നമസ്കാരം. സൗദിയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം. അരാംകോയുടെ റാസ് അൽ റിഫൈനറിക്ക് നേരെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം. രാവിലെയാണ് ആക്രമണം ഉണ്ടായത്. വിദേശ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയതായി സൗദി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഷഹീദ് 136 ഡ്രോണാണ് ഇറാൻ പ്രയോഗിച്ചതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡ്രോൺ പതിച്ചതിന് പിന്നാലെ തീപിടുത്തമുണ്ടായെന്നും വലിയ പുക ഉയർന്നുവെന്നും ആളുകൾ കുറിക്കുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ചെറിയ തീപിടുത്തമാണ് ഉണ്ടായതെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും സൗദി അറിയിച്ചു. ആൾനാശമോ മറ്റ് നഷ്ടമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൗദി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ SPA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഡ്രോണുകൾ തകർക്കുന്നതിനിടെ അവയുടെ അവശിഷ്ടങ്ങൾ താഴെ വീണതിനെ തുടർന്ന് പ്ലാന്റിൽ ചെറിയ തോതിലുള്ള തീപിടുത്തമുണ്ടായി. സംഭവത്തിൽ ആർക്കും പരിക്കേൽക്കുകയോ ജീവഹാനി സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി റിഫൈനറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി സൗദി അറേബ്യൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഹൂതികളാണ് ആക്രമണം നടത്തിയതെന്നും ഇറാൻ നേരിട്ടല്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ലബനനിൽ നിന്നും ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. സൈനിക നടപടി തുടരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കുവൈത്തിലെ US എംബസിയിലും ദുബായിലും അബുദാബിയിലും ദോഹയിലും ബഹ്റിനിലും അടക്കം ഇറാൻ കടുത്ത ആക്രമണമാണ് നടത്തിയത്. അമേരിക്കയുടെ F-15 ഈഗിൾ യുദ്ധവിമാനം വെടിവെച്ച് വീഴ്ത്തിയെന്ന് അവകാശപ്പെട്ട ഇറാൻ പടിഞ്ഞാറൻ കുവൈത്തിൽ ഇത് തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. അതേസമയം റിഫൈനറിക്ക് നേരെയുണ്ടായ ആക്രമണം എണ്ണ ഉൽപ്പാദനത്തെയോ വിതരണത്തെയോ ബാധിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയെങ്കിലും പ്ലാന്റ് അടച്ചിട്ടത് ഭാവിയിൽ ബാധിക്കുമോ എന്ന കാര്യത്തിൽ അരാംകോ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇന്ന് രാവിലെ 8 മണിയോടെ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. ഡ്രോണുകളോ മിസൈലുകളോ തടയാൻ പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന തരത്തിലുള്ള പ്രകമ്പനങ്ങളാണ് അനുഭവപ്പെട്ടത്. കുവൈത്തിൽ അമേരിക്കയുടെ F-13 സ്ട്രൈക്ക് ഈഗിൾ പോർവിമാനം തകർന്നു വീണു. വിമാനത്തിന്റെ വാൽഭാഗത്തിന് തീപിടിച്ച് പുകയുന്നതും നിയന്ത്രണം വിട്ട് കറങ്ങി താഴേക്ക് പതിക്കുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റ്മാരും പാരച്യൂട്ട് വഴി രക്ഷപ്പെട്ടു. ഇവരെ പിന്നീട് നാട്ടുകാർ സഹായിക്കുന്ന വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ കുവൈത്തിന്റെ മറ്റൊരു ഭാഗത്തും വിമാനം തകർന്നതായി റിപ്പോർട്ടുകളുണ്ട്. നിരവധി അമേരിക്കൻ വിമാനങ്ങൾ ഇന്ന് രാവിലെ തകർന്നതായി കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കുവൈത്തിലെ അമേരിക്കൻ എംബസിക്ക് സമീപം പുക ഉയരുന്നതായും രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയ റിപ്പോർട്ടുകളുണ്ട്. സ്ഥിതിഗതികൾ അതിവേഗം മാറിമറിയുകയാണ്. ഇറാൻ തിരിച്ചടി തുടങ്ങിയതോടെ ബഹ്റൈനിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. കഴിഞ്ഞ 3 ദിവസമായി ബഹ്റൈൻ ശക്തമായ ആക്രമണങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നീക്കങ്ങൾക്ക് പകരമായി ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണത്തിന്റെ 3ാം ദിനമാണിത്. അതേസമയം ഇറാനിലെ ആണവ നിലയങ്ങൾ സുരക്ഷിതമാണെന്നും പക്ഷേ ഇറാൻ മറുപടി നൽകുന്നില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി അറിയിച്ചു. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങളിൽ ആണവ നിലയങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇതുവരെ സൂചനകളൊന്നുമില്ലെന്ന് ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ അവ ആക്രമിക്കപ്പെടുകയോ ചെയ്തതായി ഞങ്ങൾക്ക് നിലവിൽ വിവരങ്ങളൊന്നുമില്ല. 35 രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന ബോർഡിന് നൽകിയ പ്രസ്താവനയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ഇറാനിലെ ആണവ നിയന്ത്രണ അധികൃതരുമായി ബന്ധപ്പെടാൻ ഏജൻസി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതുവരെ അവരിൽ നിന്നും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഗ്രോസി കൂട്ടിച്ചേർത്തു. അതിനിടെ ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ഐക്യരാഷ്ട്രസഭ പോലുള്ള കൂട്ടായ വേദികളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നുവെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരൂട്ട് പറഞ്ഞു. പാരീസിൽ നടന്ന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാമായിരുന്നു. കാരണം ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിന് മുന്നിൽ അവതരിപ്പിച്ചാൽ മാത്രമേ സൈനിക നടപടികൾക്ക് ആവശ്യമായ നിയമസാധുത ലഭിക്കുകയുള്ളൂവെന്നും ബാരോട്ട് വ്യക്തമാക്കി. നിലവിൽ ഈ സംഘർഷങ്ങളിൽ ഫ്രഞ്ച് പൗരന്മാരാരും ഇരകളായതായി റിപ്പോർട്ടുകളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.